അല്ലെ? ആ സത്യത്തിനെ കുറിച്ച് മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ പല രീതിയില്, പല കഥകളിലൂടെ ഒക്കെ നമ്മളുടെ ഉള്ളില് ഇതാണ് സത്യം എന്ന് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമം. ബാക്കിയെല്ലാം സങ്കല്പമാണ്, മിഥ്യയാണ്, ഈ ലോകമായിട്ട് കാണുന്നത്. അതേപോലെ നമ്മൾ ജീവിതമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ സംസാരം എന്ന് പറയുന്നത് ഒക്കെ വെറും ഒരു സങ്കല്പമാണ്. സങ്കല്പ ലോകത്തിലാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നത്. സങ്കല്പത്തിലാണ് എല്ലാം നടക്കുന്നത്. കോൺഷ്യസ്നസിനകത്താണ് എല്ലാം. എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉള്ളിലാണ് എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് ഉറപ്പിക്കുകയാണ്. ഓരോരോ ഉപാഖ്യാനത്തിലൂടെയും അതാണ് ഇവിടെ ഉറപ്പിക്കാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി അടുത്ത കഥയിലേക്ക് കടക്കാൻ പോകുന്നതാണ് ഗാന്ധി വൃത്താന്തം എന്നാണ് ഇതിന്റെ പേര്. ഗാന്ധി ബ്രാഹ്മണന്റെ കഥയാണ് ഗാന്ധി വൃത്താന്തം. മുമ്പ് ഇതിനെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു അല്ലെ? ഗാന്ധി വൃത്താന്തം കേൾക്കുന്ന സമയത്ത് ഒന്നുകൂടി വ്യക്തമാവുമെന്ന് ശ്രീരാമനോട് പറയേണ്ടതായിട്ടുണ്ട്. ഗാന്ധി വൃത്താന്തം.